ഹായ് ഫ്രണ്ട്സ്, സ്ലോവാക്യയുടെ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവയിലേക്കാണ് ഞങ്ങൾക്ക് ഇന്ന് സഞ്ചരിക്കേണ്ടത്. നേരമേറെയായിട്ടും ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിനിനെ പറ്റിയുള്ള ഒരു വിവരവും ഇൻഫോ സ്ക്രീനിൽ കാണിക്കുന്നില്ല. എന്തോ പിശക് പറ്റിയതുപോലെ. തിരക്ക് പിടിച്ചു വന്നപ്പോൾ സ്റ്റേഷൻ മാറിപ്പോയി. ഇന്റർനാഷണൽ റൂട്ടുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന 3 റെയിൽവേ സ്റ്റേഷനുകളാണ് ബുദാപെസ്റ്റിൽ പ്രധാനമായും ഉള്ളത്. ഈസ്റ്റേൺ റെയിൽവേ സ്റ്റേഷനെ കെലേത്തി എന്നും, വെസ്റ്റേൺ റെയിൽവേ സ്റ്റേഷനെ നുഗാട്ടി എന്നും, സദേൺ റെയിൽവേ സ്റ്റേഷനെ ദേലി എന്നും പറയപ്പെടും. ഇതിൽ കെലേത്തി സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. എന്നാൽ നുഗാട്ടിയിൽ നിന്നുമാണ് ഞങ്ങളുടെ ട്രെയിൻ പുറപ്പെടുന്നത്. സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ബോൾട്ട് ആപ്പിലൂടെ ഒരു ടാക്സി ബുക്ക് ചെയ്തു. 9:30-ക്കാണ് ഞങ്ങളുടെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത്. വളരെ കുറച്ച് സമയമേ അവശേഷിക്കുന്നുള്ളൂ. നുഗാട്ടിയിലേക്ക് ഇവിടെ നിന്നും അധികം ദൂരമില്ലെങ്കിലും ഈ സിഗ്നലുകളൊക്കെ പിന്നിട്ട് രാവിലത്തെ ട്രാഫിക്കും കടന്ന് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരാൻ കഴിയുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. ഈ ട്രെയിൻ മിസ്സായാൽ ബ്രാട്ടിസ്ലാവയിലെ ഞങ്ങളുടെ യാത്രാ പ്ലാൻ ആകെ അവതാളത്തിലാകും. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ സ്റ്റേഷനിലെത്തി. ഡ്രൈവറിന് ക്യാഷും കൊടുത്ത് ലഗേജ് എടുക്കാൻ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ സ്റ്റേഷനുള്ളിലേക്ക് ഓടി. ഇപ്പോൾ സമയം 9:28. ഇനി 2 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. പ്ലാറ്റ്ഫോമിൽ 2 ട്രെയിനുകൾ. സമയക്കുറവ് കാരണം ഇൻഫോ സ്ക്രീനിൽ നോക്കാതെ അവിടെ കണ്ട ഉദ്യോഗസ്ഥരെ സമീപിച്ച് അവർ കാട്ടി തന്ന ട്രെയിനിലേക്ക് ഞങ്ങൾ അതിവേഗം ഓടിക്കേറി. ഇതൊരു സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ആണ്. ഞങ്ങൾ സീറ്റ് ഒന്നും തന്നെ മുൻകൂട്ടി റിസർവ് ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒഴിഞ്ഞു കിടന്ന സീറ്റിലേക്ക് കയറിയിരുന്ന ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഏകദേശം 2.5 മണിക്കൂർ എടുക്കും ബ്രാട്ടിസ്ലാവയിൽ എത്തിച്ചേരാൻ. 200 കിലോമീറ്ററിനടുത്തുണ്ട് ദൂരം. എൻ്റെ അഭിപ്രായത്തിൽ ഈ റൂട്ടിൽ യാത്ര ചെയ്യാൻ ട്രെയിനാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ശരാശരി 80 മുതൽ 125 കിലോമീറ്റർ വേഗതയിലാണ് മിക്ക ട്രെയിനുകളും ഇതുവഴി കടന്നു പോകുന്നത്. ബുദാപെസ്റ്റിൽ നിന്നും ബ്രാട്ടിസ്ലാവയിലേക്കാണ് യാത്രയെങ്കിലും ഹംഗറി എന്ന രാജ്യത്ത് നിന്നും സ്ലോവാക്യ എന്ന രാജ്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇത്തരം ട്രെയിൻ റൂട്ടുകൾ യൂറോപ്പിലെത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും ഭാഗ്യമാണ്. ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ പല രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇതാണ് ഏറ്റവും അനുയോജ്യമായ മാർഗം. കടന്നു പോകുന്ന സ്റ്റേഷനുകളെ പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായി സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഓരോ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയവും അടുത്തതായി നിർത്താൻ പോകുന്ന സ്റ്റേഷന്റെ വിവരവും ഒക്കെ വളരെ വ്യക്തമായി ഇതിൽ നോക്കി മനസ്സിലാക്കാം. കൂടാതെ ട്രെയിനിന്റെ ഇപ്പോഴത്തെ സ്പീഡും യാത്രക്കാരുടെ അറിവിലേക്ക് അവർ കാണിച്ചു തരുന്നുണ്ട്. ട്രെയിനിൽ അധികം തിരക്കൊന്നുമില്ല. യാത്രക്കാരിൽ ചിലർ പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുന്നു. മറ്റു ചിലരാകട്ടെ ഉറക്കത്തിലുമാണ്. ഇനി ടിക്കറ്റ് എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് നോക്കാം. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. ഓൺലൈൻ വഴിയോ സ്റ്റേഷനിൽ നിന്ന് നേരിട്ടോ നിങ്ങൾക്ക് ടിക്കറ്റ് കരസ്ഥമാക്കാം. ഓൺലൈൻ വഴിയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത മാർഗം. യാത്രയുടെ തയ്യാറെടുപ്പ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് പോകുന്ന റൂട്ടുകളിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നതായിരുന്നു. അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ടിക്കറ്റുകൾ ലഭിക്കുക. ഓൺലൈൻ ബുക്കിങ്ങിന് പല ഓപ്ഷൻസുകൾ നിലവിലുണ്ട്. അതിൽ ചില വെബ്സൈറ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓസ്ട്രിയയുടെ ഔദ്യോഗിക റെയിൽവേ ആയ OBB ആണ് ലിസ്റ്റിൽ ആദ്യത്തേത്. ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്ന സൈറ്റുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹംഗേറിയൻ റെയിൽവേസിന്റെ സൈറ്റായ മൗസ് ചാർട്ട് ആണ് രണ്ടാമത്തെ ഓപ്ഷൻ. വളരെ നല്ല സർവീസ് ആണ് അവരുടേത്. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള സ്വകാര്യ സ്ഥാപനമായ റീജോ ജെറ്റ് ആണ് അടുത്തത്. യൂറോപ്പിലൊട്ടാകെ അവരുടെ സർവീസ് ലഭ്യമാണ്. വളരെ പ്രശസ്തമായ ട്രെയിൻ ലൈൻ എന്ന അന്താരാഷ്ട്ര ബുക്കിംഗ് പ്ലാറ്റ്ഫോമാണ് അടുത്തതായി പരിചയപ്പെടുത്തുന്നത്. ഒന്നിലധികം ട്രെയിൻ കമ്പനികളുടെ നിരക്കുകളും
ഷെഡ്യൂളുകളും ഒക്കെ താരതമ്യം ചെയ്യാൻ ഈ സൈറ്റ് വളരെ യൂസ്ഫുൾ ആണ്. റെയിൽ യൂറോപ്പാണ് ലിസ്റ്റിലെ അവസാനത്തെ സർവീസ് പ്രൊവൈഡർ. മുമ്പ് പറഞ്ഞ ട്രെയിൻ ലൈനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്നതാണ് ഇവരുടെ വെബ്സൈറ്റും. OBB വെബ്സൈറ്റിലൂടെയാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഫ്ലെക്സിബിൾ ടിക്കറ്റ് ഓപ്ഷനാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. 24 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ടിക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതേ ദിവസം ഈ ടിക്കറ്റ് ഉപയോഗിച്ച് സെയിം റൂട്ടിൽ ഞങ്ങൾക്ക് ഒരു ട്രെയിൻ മിസ്സായാലും മറ്റൊരു ട്രെയിനിൽ യാത്ര ചെയ്യാം. ഏകദേശം 38 യൂറോ ആണ് ഞങ്ങൾ 2 ടിക്കറ്റിനായി പേ ചെയ്തത്. ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ കരുതണം. മൊബൈലിൽ കാണിച്ചാലും മതിയാകും. ഇലക്ട്രോണിക് ഡിവൈസിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന പതിവില്ലാത്തതിനാൽ ഞങ്ങൾ ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊരു യാത്രയിൽ പറ്റിയ അബദ്ധത്തിന് ശേഷമാണ് ഇത്തരമൊരു മുൻകരുതൽ ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയത്. മൊബൈലിലെ ചാർജ് കൃത്യസമയത്ത് തീർന്നതിനാൽ അന്ന് കുറേ കഷ്ടപ്പെട്ടു. ഇനി ട്രെയിനിലെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ലഗേജ് വെക്കാൻ പ്രധാനമായും 3 ഓപ്ഷൻസ് ആണ്. കമ്പാർട്ട്മെന്റിലേക്ക് കയറുമ്പോൾ ലഗേജിനായി ഒരു ഡെഡിക്കേറ്റഡ് പ്ലേസ് കാണാൻ കഴിയും. വലിയ പെട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെക്കുന്നതാണ് ഉചിതം. ഓവർഹെഡ് റാക്കാണ് രണ്ടാമത്തെ ഓപ്ഷൻ. നല്ല വെയിറ്റുള്ള ലഗേജ് ആണെങ്കിൽ പൊക്കിയെടുത്ത് മുകളിൽ വയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ പെട്ടികളാണെങ്കിൽ സീറ്റിനു താഴെയും വയ്ക്കാം. യൂറോപ്പിലെ ട്രെയിനുകളിൽ ചിലയിടത്തെ ലഗേജ് നഷ്ടപ്പെട്ട കഥകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വിലപിടിപ്പുള്ളവ കഴിവതും നമ്മളുടെ സമീപത്ത് തന്നെ വെക്കുന്നതാണ് ഉചിതം. ഇനി ഞാൻ ടോയ്ലറ്റ് ഒന്ന് പരിചയപ്പെടുത്താം. വളരെ വൃത്തിയുള്ള ഒരു ടോയ്ലറ്റാണ് ഈ കമ്പാർട്ട്മെന്റിലുള്ളത്. ടോയ്ലറ്റ് പേപ്പേഴ്സൊക്കെ കൃത്യമായി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇടുങ്ങിയ ടോയ്ലറ്റ് ആണെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ കംഫർട്ടായി തന്നെ തോന്നി. ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നിന്നും മറ്റൊരു രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിലേക്കുള്ള ഈ യാത്ര മധ്യ യൂറോപ്പിലെ വ്യത്യസ്തങ്ങളായ ലാൻഡ്സ്കേപ്പിലൂടെയുള്ളൊരു യാത്രയാണ്. കണ്ണിന് കുളിരേകുന്ന പല കാഴ്ചകളും നിങ്ങൾക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും. ഹംഗറിയുടെ കൺട്രി സൈഡിലൂടെയുള്ള ഈ യാത്ര സ്ലോവാക്ക് വില്ലേജുകളും ഫോറസ്റ്റുകളും ഒക്കെ കടന്ന് ബ്രാട്ടിസ്ലാവയിൽ എത്തിച്ചേരുമ്പോൾ ഒരു യാത്രികന് മറക്കാനാവാത്ത പല കാഴ്ചകളും ലഭിച്ചിട്ടുണ്ടാകും. ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ തങ്ങളുടെ അധികാര പരിധിയിലുണ്ടായിരുന്ന 2 നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ റെയിൽവേ ലൈൻ അക്കാലത്ത് ട്രേഡ് മിലിറ്ററി മൂവ്മെന്റ്സിനായാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ഈ 2 രാജ്യങ്ങളും ഷെങ്കൻ ഏരിയയിൽ ഉൾപ്പെടുന്നവയാണ്. അയൽ രാജ്യങ്ങൾക്കിടയിലുള്ള ടൂറിസം, ട്രേഡ്, ലോക്കൽ ട്രാവൽ എന്നിവയുടെയൊക്കെ വികസനത്തിന് ഈ റെയിൽ റൂട്ട് സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. പതിനൊന്ന് 55 ബ്രാട്ടിസ്ലാവിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഡിസ്പ്ലേ സ്ക്രീനിൽ കാണിക്കുന്നത്. സമയം ഏകദേശം 11:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ലഗേജ് ഒക്കെ എടുത്ത് പതിയെ ഡോറിനടുത്തേക്ക് നടന്നു. സ്റ്റേഷനോട് അടുക്കും തോറും കൂടുതൽ യാത്രക്കാർ ഇറങ്ങാൻ സജ്ജരായി ഡോറിനടുത്ത് വന്ന് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഞങ്ങൾ ബ്രാട്ടിസ്ലാവയിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ വന്ന ട്രെയിൻ അങ്ങനെ പതിയെ സ്റ്റേഷൻ വിട്ട് പ്രാഗിലേക്ക് നീങ്ങി തുടങ്ങി. ഞങ്ങൾ പെട്ടിയും തൂക്കി ബ്രാട്ടിസ്ലാവയുടെ കാഴ്ചകൾ കാണാൻ മുന്നോട്ട് നടന്നു. അപ്പോൾ ഇനി കൂടുതൽ ബ്രാട്ടിസ്ലാവ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.